എനിക്ക് ഒരുപാട് മേക്കപ്പൊന്നും വാരി വലിച്ചിടുന്ന ഇഷ്ടമല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പുതിയൊരു മേക്ക് ഓവർ സെഷൻ ആരംഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പുതിയ ബ്രാൻഡ് ഇറങ്ങിയല്ലോ. അപ്പോൾ ഫ്ലിക്ക ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലിക്കയിൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നത് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമാണ്, മിൽക്ക് ക്രീം ഫ്ലിക്കയുടെ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം ഞാനത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കാണാം ഗൈസ്, നോക്കൂ, നല്ലൊരു ഷൈനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തു നോക്കി. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ തന്നെ ബീജ് കളറിൽ ഇരിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പേര് എന്ന് വെച്ചാൽ ഫ്ലിക്കയുടെ ബ്ലെൻഡ് ആൻഡ് ഷൈൻ ഫൗണ്ടേഷൻ. ഞാനതൊരു ബീജാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരിക്കലും എന്താ പറയുക, ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് B&S 0.2.1 എന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാൻ പറ്റും, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ട് നോക്ക്. അപ്പോൾ എനിക്ക് PCOD വന്നതിന് ശേഷം പിമ്പിൾസ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആക്നെ മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കവർ ചെയ്യണമെങ്കിൽ ലൈറ്റായിട്ടെങ്കിലും മേക്കപ്പ് ചെയ്താലേ ഒരു മെന ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിട്ടോ അതൊക്കെ തുടങ്ങണേ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഇച്ചിരി സ്റ്റിക്കിയാണ് എങ്കിലും എനിക്കത് അപ്ലൈ ചെയ്തപ്പോൾ ഭയങ്കര ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കേട്ടോ. ഭയങ്കര ഒരു ഗ്ലോ അതിൻ്റെ മേലെ ഇടണമെന്നാണ് പറയുന്നത്. അതായത് മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്രീമിൻ്റെ മേലെ വേണം നമ്മൾ ഫൗണ്ടേഷൻ ഇടണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കി, നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ, ഇതേമാതിരിക്കത്തൊരു ഗ്ലോ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയിട്ട് ചെയ്യുക. അപ്പം ഞാനിത് റെക്കമെൻഡ് ചെയ്യും, കാരണം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ.